ഹായ് ഡാ, സുഖാണല്ലോ അല്ലേ? അമ്മൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആ സബ്സ്ക്രൈബ് ചെയ്യൽ കുത്താത്തവരൊക്കെ ഒന്ന് കുത്തിയിട്ട് പോയേ. വേഗം ആയിക്കോട്ടെ, വേഗം വേഗം കുത്തിക്കേ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തലയിലാണുള്ളത്. നമ്മൾ ചേർത്തലയിൽ നിന്ന് വെറുതെ ഒരു യാത്ര പോവാണ് കേട്ടോ. അവിടെ പോയി ഇരുന്നപ്പോൾ ട്രെയിൻ നോക്കിയിരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കുറേ ട്രെയിനിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു. ഇതിപ്പോൾ എറണാകുളത്തു നിന്ന് നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകുന്ന മെമു ആണേ. അപ്പോൾ ആ ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ എറണാകുളം വരെ പോവാണ്. ഞാൻ 2 ദിവസമായിട്ട് ഓഫീസിൽ ലീവായിരുന്നു. അപ്പോൾ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സങ്കടമൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഒപ്പം വെറുതെ എറണാകുളം വരെ പോയതാണേ. നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏട്ടൻ എന്നെ നിർബന്ധിച്ച് വിളിച്ചിട്ട് പോയതാണ് ഏട്ടൻ്റെ കൂടെ എറണാകുളം വരെ. ഏട്ടൻ എന്തോ ഒഫീഷ്യൽ ആവശ്യത്തിന് പോയപ്പോഴത്തേക്ക് ആ കൂടെ ഞാനും കൂടെ പോയി. അപ്പോൾ നമ്മളിതാ രാവിലെ 8:30 ആയപ്പോഴത്തേക്കാണ് ട്രെയിൻ. ധൻബാദാണ് ട്രെയിനിൽ നമ്മൾ, ധൻബാദല്ലോ, ജനശതാബ്ദി. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അത് നോക്കി അവിടെ നിന്ന നേരം കൊണ്ട് ഞാൻ അവിടെ കിടന്ന് ട്രെയിനിൻ്റെയും വന്ന് ട്രെയിനിൻ്റെയും പോയി ട്രെയിനിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ കണ്ട ആളുകളൊക്കെ എന്നെ നോക്കുവാണേ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പം ആളുകൾ വിചാരിക്കും ഇവൾ ആദ്യമായിട്ടായിരിക്കും ട്രെയിൻ കാണണമെന്ന് വിചാരിക്കും എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിട്ടെന്ന്. അപ്പോൾ നമ്മളിതാ എറണാകുളത്തെത്തി. നമ്മൾ മെട്രോയിൽ എറണാകുളം സൗത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോയിൽ കയറുവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനത്തെ കയറാൻ പേടിയുണ്ടോ? എനിക്ക് ഇതിൽ കയറുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. ഏട്ടൻ്റെ കയ്യിൽ പിടിച്ചിട്ടേ ഞാൻ കയറാറുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൽ കയറാനേ, എങ്ങാനും ഉരുണ്ട് വീണെങ്കിലോ എന്ന്. അപ്പോൾ ഒരു വിധത്തിൽ അതിലൊക്കെ കയറി നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ മെട്രോ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ എവിടെയാണെന്നേ. ഇതാ മെട്രോ സ്റ്റേഷനിലെത്തി. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനാണേ. നമുക്ക് പാലാരിവട്ടത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള അടുത്ത ട്രെയിനും വന്നു. അപ്പോൾ നമ്മൾ പാലാരിവട്ടത്തൊക്കെ പോയിട്ട് തിരിച്ച് അടുത്ത ട്രെയിനിന് 12 മണിക്ക് അടുത്ത ട്രെയിൻ കയറി നമ്മൾ തിരിച്ചതാ ചേർത്തലയിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ വെറുതെ ട്രെയിനിലിരുന്നപ്പോൾ എടുത്തതാണ്. ഇപ്പോൾ എറണാകുളത്ത് പോയി മെട്രോയിൽ കയറി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു മെട്രോയിലെ. അപ്പോൾ തിരിച്ച് നമ്മളിതാ എറണാകുളത്തല്ല, തിരിച്ച് നമ്മൾ ചേർത്തലയിലെത്തി. ചേർത്തലയിൽ നിന്ന് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പം 12:45 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അടുത്തത് പോകുന്നത് പത്മ കഫേയിലേക്കാണേ. അപ്പം കർക്കിടകം ആയതുകൊണ്ട്, ഞാൻ നോയമ്പായതുകൊണ്ടും നമ്മൾ വെജിറ്റേറിയൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പത്മ കഫേയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പത്മ കഫേയിലെത്തി. അവിടെ പോയിട്ട് നമ്മളിതാ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണേ. അപ്പോൾ പപ്പടം, അച്ചാറ്, പച്ചടി, പിന്നെ ഒരു തീയൽ പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, അവിയൽ, പരിപ്പ്, സാമ്പാർ, ഇത്രയും കറികളൊക്കെ ആയിട്ട് ഇലയിലാണ് അവർ ഊണ് തരുന്നത് കേട്ടോ. നല്ല നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ ഊണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രസവും, പിന്നെ നമ്മുടെ കട്ട തൈരുണ്ടല്ലോ, തൈരും, പിന്നെ ഇത് പായസമാണ് കേട്ടോ. പായസം കൊണ്ട് തന്നെ നമ്മളിതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇതിപ്പോൾ വൈകുന്നേരമായപ്പം നമ്മൾ വെറുതെ, അനിയത്തിയുടെ മോളുണ്ടായിരുന്നു കൺമണി, അവളായിട്ട് നമ്മൾ വെറുതെ വൈകുന്നേരം ബീച്ചിൽ പോയി. നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ബീച്ചിലേക്ക്. ഇതിപ്പം നമുക്ക് മാരാരിക്കുളം അടുത്താണ്. ആലപ്പുഴയും ഒരുപാട് ദൂരമില്ല. ഇപ്പം നമ്മൾ കാട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വന്നിട്ടില്ലാത്തവർ വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് നോക്ക് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ബീച്ചിൽ. നമ്മൾ മാരാരിക്കുളത്തും ആലപ്പുഴയിലും ഒക്കെ പോയാൽ ഭയങ്കര റഷാണ്. അവിടെ എപ്പോഴും തിരക്കാണ്. ഞങ്ങൾ മിക്കവാറും പോകുന്നത് ഈ സ്ഥലത്താണേ. ഇവിടെ നല്ല രസമാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ പോയാൽ. ഒരുപാട് തിരക്കുകളൊന്നുമില്ല. നമുക്കവിടെ പോയിട്ട് ശാന്തമായിട്ട് ഇരിക്കാം. അപ്പോൾ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും രാവിലെ ഞങ്ങൾ പോവാറുണ്ട്. അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കും. നമ്മൾ ഒരാഴ്ചത്തെ ജോലിയുടെ ടെൻഷനും പ്രഷറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ബീച്ചിൽ പോയിരിക്കാനായിട്ടെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെയും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അനിയത്തിയുടെ മോളുണ്ടായിരുന്നു, അവൾ ഫോട്ടോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു പോകുന്നു കേട്ടോ, ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.